ശ്രീ പി ചന്ദ്രൻ, മാതൃഭൂമിയുടെ ചെയർമാനും അതുപോലെ തന്നെ എംഇയുമാണ്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ പി ചന്ദ്രൻ, മലയാളത്തെ സംബന്ധിച്ചും നമ്മുടെ ഭാഷയെ സംബന്ധിച്ചും മാതൃഭൂമിയെ സംബന്ധിച്ചും ഒരു വലിയ നഷ്ടമാണ് MT. അങ്ങ് എങ്ങനെ ഓർക്കുന്നു? തീർച്ചയായിട്ടും നമുക്ക് മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് 45 വർഷത്തെ പരിചയമാണ് ഉള്ളത്. 45 വർഷം ഞാൻ മാതൃഭൂമിയിൽ വരുന്ന സമയത്ത് അദ്ദേഹം വീക്കിലിയുടെ എഡിറ്ററായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം നമ്മൾ ഒരു വളരെ കാലം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അത് അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം സാഹിത്യകാരന്മാരെ, കേരളത്തിലെ സാഹിത്യകാരന്മാരെ എല്ലാവരെയും മാതൃഭൂമിയിലേക്ക് കൊണ്ടുവരികയും അവരെ കൊണ്ട് എഴുതിക്കുകയും ചെയ്തു. അത് ഏറ്റവും വലിയൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തത്. മാതൃഭൂമിയിലൂടെ സാഹിത്യകാരന്മാരെ മുഴുവൻ മാതൃഭൂമിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കഴിവ്. അതുകൂടാതെ ഞാൻ അദ്ദേഹമായിട്ടുള്ള ബന്ധം ഞാൻ ഓർക്കുന്നത് അളകാപുരിയില് തിക്കോടിനും ആദ്യവുമായി ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം സാഹിത്യകാരന്മാരെല്ലാവരും കൂടി അവിടെ സംസാരിക്കുന്നതും ഒരുമിച്ച് ഇരുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ മാതൃഭൂമിയിൽ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് മാതൃഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്തെല്ലാം ചെയ്തെന്ന് പറയാൻ കഴിയില്ല. അത്രത്തോളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു സമയത്ത് കുറച്ചു കാലം മാതൃഭൂമിയിൽ നിന്ന് മാറി നിന്നിരുന്നു. ആ സമയത്ത് ആണ് അദ്ദേഹം എനിക്ക് അളകാവിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് ഷെയറുണ്ട്, അത് ചന്ദ്രനെ അത് തരികയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് അത് ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം ഞങ്ങൾ 75ാമത്തെ വർഷം ആഘോഷിക്കുന്ന സമയത്ത് എറണാകുളത്ത് ഒരു പരിപാടി അദ്ദേഹത്തെ വിളിച്ച് പതാക ഉയർത്താൻ വേണ്ടി വിളിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാനാണ് അത് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് അന്ന്. അങ്ങനെ ഉള്ള കൂടാതെ വേറെ ഓരോരോ കാര്യങ്ങൾ പറയാൻ വളരെയധികം കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാനും ഓർമ്മ എന്തുണ്ടെങ്കിലും പലപ്പോഴും ഞങ്ങൾ തമ്മിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. ഞാൻ മാനേജിംഗ് എഡിറ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം മാതൃഭൂമിയിൽ കുറച്ചു കാലം വിട്ടിരുന്നു. അപ്പം ഞാൻ മാനേജിംഗ് എഡിറ്ററായി ചാർജ് എടുത്തതിന് ശേഷം ഞാനും അന്നത്തെ MD ആയിരുന്ന ശ്രീ വീരേന്ദ്രകുമാറും കൂടി അദ്ദേഹത്തിന് പോയിട്ട് സംസാരിച്ചു. അങ്ങനെ വീണ്ടും അദ്ദേഹം ഞങ്ങളുടെ മാതൃഭൂമിയിലെ എഡിറ്ററായിട്ട് രണ്ടാമത് വരികയുണ്ടായി. അങ്ങനെ ഉള്ള പാരമ്പര്യമൊക്കെയാണ് ഉള്ളത് അദ്ദേഹത്തിന്. കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് ഞാനും അദ്ദേഹം കൂടി കോട്ടക്കല് ആയുധശാലയിൽ പോയി ചികിത്സയിൽ പോയിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും മാതൃഭൂമിയെ പറ്റിയും സംസാരിച്ചുകൊണ്ട് ഇരിക്കാറുണ്ടായിരുന്നു. അതൊക്കെ അപ്പൊ പല കാര്യങ്ങളും അദ്ദേഹം എന്നെ വിളിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് അദ്ദേഹം എല്ലാവരോടും അങ്ങനെ സംസാരിക്കുന്ന ആളല്ല എങ്കിലും എന്നോട് സംസാരിക്കാറുണ്ട്. എന്നെ ഒരു കാര്യമായിരുന്നു എന്നെ. അതുകൊണ്ട് അദ്ദേഹത്തിന് വേർപാട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. MT വാസുദേവൻ നായരെ, മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്റർ ശ്രീ പി ചന്ദ്രൻ ഓർമ്മിക്കുകയായിരുന്നു.